ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതല്ല, പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു അരിപ്പ അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് വെച്ചാൽ ഒരു 3 ഒറിയോ ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട്. അത്ര മസ്റ്റൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് ചേർത്തതാണ്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ബിസ്ക്കറ്റ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് എസെൻസ് ചേർക്കുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ എസെൻസ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ. ഈ അരിപ്പയിലിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ ടൂൾസൊക്കെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കേക്ക് തന്നെയാണ്. അതായത് ഓവന് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവനൊന്നും വേണ്ട, നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മ തന്നെ തയ്യാറാക്കി എടുക്കുക. അതേപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററൊന്നും വേണ്ട, ഈ എഗ്ഗ് ബീറ്റർ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എഗ്ഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്നും ഉപയോഗിക്കരുത്. അതേപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല ഈ ബാറ്ററിൽ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് മുമ്പ് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 3-4 കാഷ്യൂ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ചൂടാക്കി വെച്ചിട്ടുള്ള കടായി പാത്രം ഉണ്ട്. ഈ പാത്രം ഞാൻ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ റിങ് വെച്ചിട്ടുണ്ട്. ഈ റിങ്ങിൻ്റെ മുകളിലാണ് പാത്രം വെച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് സമയം വെച്ച് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കാനൊന്നും പാടില്ല, കേക്ക് പൊങ്ങി വരില്ല. ഒരു 30 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ചെയ്യുന്നതും എൻ്റെ വീഡിയോയുടെ ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തനിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിന് ഓരോ പോരായ്മകളും അപാകതകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്ഷമിച്ച് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഞാനിതിൽ വിപ്പിംഗ് ക്രീമൊന്നും ചേർത്തിട്ടില്ല. അത് ഞാൻ ഇവിടുന്ന് തയ്യാറാക്കിയിട്ട് ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ മറ്റൊരു കേക്കിലൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. See you.